നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കും നമ്മളെ. ലൈക്ക് ഞാൻ സീരിയസ് ആയിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടോ അല്ലെങ്കിൽ എക്സ്പോണന്റ് ആകാനുള്ള ഒന്നും പഠിച്ചിട്ടില്ല. ബട്ട് എക്സ്പോഷേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരാഴ്ച ഞങ്ങൾ കറാട്ടയുടെ വർക്ക്ഷോപ്പ് ഉണ്ടാവും, പിന്നെ ഒരാഴ്ച കുൺഫൂടെ ആയിരിക്കും, പിന്നെ ഒരു പക്ഷെ ഫിലിം സ്റ്റണ്ട് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒന്നും പഠിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ആ ഓരോ ഫോമിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്താൽ മതിയല്ലോ. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പഠിച്ചിട്ട് ഏറ്റവും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര രസമായിരിക്കും, ടു ബി ഫ്രാങ്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ബോളിവുഡിലൊക്കെ ഒരു 60-70% ആളുകൾ അവിടെ പഠിച്ച ആളുകളായിരിക്കും. രാവിലെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് 7 മണിക്ക് ഞങ്ങൾക്ക് 7:30 ക്ലാസ് തുടങ്ങും. 7 മണി 7:30. അപ്പോൾ ചായ കുടിക്കാനൊക്കെ പുറത്ത് മോർണിംഗ് ക്ലാസ് 7:30 മുതൽ ഒരു 9:30 വരെ ഉണ്ടാവും. പിന്നെ ഈ ഒരു 6:30 വരെ ഉണ്ടാവും. ഫിക്സ് ടൈമിംഗ് ഇല്ല. വരുന്ന ഞങ്ങളുടെ ഇൻസ്ട്രക്ടറിനെ പോലെ ഇരിക്കും. ഞങ്ങൾ ഒരുപാട് ഇപ്പൊ മിഥുൻ ചക്രവർത്തി, നസറുദ്ദീൻ, ഷബാൻ ആസ്മി, അങ്ങനത്തെ ആളുകളൊക്കെ ആയിട്ട് ഇന്ററാക്ഷനും അവര് ക്ലാസ്സസ് എടുക്കാറൊക്കെ ഉണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇതാ സംഭവം. നമ്മള് അതെ ഇപ്പൊ രാവിലെ ചായ കുടിക്കാൻ പോകുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് ഒരു വിസ്ഡം ട്രീ ഉണ്ട്. ഒരു മാവാണ്, ഞങ്ങൾ വിസ്ഡം ട്രീ എന്ന് വിളിക്കും. ഒരു പക്ഷെ അതിന്റെ ഇടയിൽ സഞ്ചേരി ലവൻസാലിയും സിഗരറ്റ് വിളിക്കുന്നുണ്ടാവാം. ക്യാൻറ്റീനിൽ പോകുമ്പോൾ സന്തോഷം 2 രൂപയുടെ ചായ കുടിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ഷോക്ക് ചെയ്യിക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂട്ട് വാസ് ലൈക്ക് എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ്.